നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, ഭാഗ്യേട്ടൻ എവിടെ? ഭാഗ്യേട്ടന്റെ ഒരു സാധനവും കാണുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ഭാഗ്യേട്ടനോട് പറയണോ എന്റെ സത്യാവസ്ഥ? എന്റെ മനസ്സിന്റെ അവസ്ഥയൊന്ന് പറഞ്ഞ് എനിക്ക് കരയണോ അച്ഛാ? എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞു മാപ്പ് ചോദിക്കണം. ഞാൻ അറിഞ്ഞോണ്ടല്ല, എനിക്ക് അറിയാതെ പറ്റിയ അബദ്ധമാണെന്ന് പറയണം. നോക്കച്ച, അതിന് മാപ്പെന്ന് പറയാവോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ എന്റെ ഭാഗ്യേട്ടന്റെ ആത്മാവിന് മനസ്സിലാവില്ലേ? മനസ്സിലാവും, പക്ഷെ എവിടെയാണെന്ന് കാണുന്നില്ലല്ലോ. ഒന്നും കാണില്ല. നഷ്ടപ്പെട്ടതല്ല, ഞാൻ എടുത്ത് മാറ്റിയതാ. ഇനി എന്റെ അച്ഛനെ നിങ്ങൾക്ക് ആവശ്യമില്ല. എന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കി ഇനി ഒന്നും നിങ്ങൾ സംസാരിക്കണ്ട. ആത്മാവെന്നുണ്ടെങ്കിൽ അതിനെ പോലും വേണ്ടെന്ന് വെച്ചതാ നിങ്ങള്. നിങ്ങളുടെ പുതിയ ജീവിതം അതെന്റെ അച്ഛന്റെ ആത്മാവ് സമ്മതിക്കില്ല. നിങ്ങളോ? എന്നെയാണോ നീ അങ്ങനെ വിളിച്ചത്? നിങ്ങളെ തന്നെ. നീരജേ, വാക്കുകൾ സൂക്ഷിച്ചു പറയണം. എന്നെ ഇനി മുത്തശ്ശൻ ഗൈഡ് ചെയ്യണ്ട. ഇത്തരത്തിലുള്ള അമ്മയ്ക്ക് ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാവും. ശരണ്യ, നമുക്ക് അമ്മയെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതാ, അമ്മയ്ക്ക് സ്വീകാര്യമായ ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ എത്രയോ വട്ടം നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അമ്മ സമ്മതിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു റിലേഷൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ നാലാളെ കൊണ്ട് മോശം പറയിപ്പിച്ചുണ്ടാവണായിരുന്നു. ഇത് മനഃപൂർവ്വമല്ലല്ലോ ശരണ്യ. അവിടെ നടന്നത് എന്താണെന്ന് കൃത്യമായി നമുക്കറിയില്ല. ഈ കല്യാണം നടക്കുമ്പോൾ ഒരു ഗൂഢമായ ചിരി ദിയയുടെ മുഖത്തുണ്ടായിരുന്നു. അഴിക്കാൻ പറ്റാത്തൊരു കുരുക്കിൽപ്പെട്ടതുപോലെയാ എനിക്ക് തോന്നിയത്. കുരുക്കൊന്നുമല്ല. പണ്ടേ എനിക്കറിയായിരുന്നു ഇവളുടെ അമ്മയും ശിവദാസുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ദേവിനോട് ഞാനത് സൂചിപ്പിച്ചതുവാ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോ അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാ ഞാനും പറയുന്നത്. ശരണ്യയുടെ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടാവും. അത് നമ്മൾ ചോദിച്ചറിഞ്ഞില്ലല്ലോ. എന്തിനാടാ ചോദിച്ചറിയുന്നത്? കൺമുന്നിൽ കണ്ടതൊന്നും നിനക്ക് വിശ്വാസമായിട്ടില്ലേ? ഓ, ഇതിപ്പോ കല്യാണത്തിലേക്ക് എത്തിയത് നന്നായി. അതും പോലീസ് സ്റ്റേഷനിൽ വെച്ചായപ്പോ നിയമത്തിന്റെ പിൻബലവും കൂടിയായി. കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിച്ച് മക്കൾക്ക് വെറുതെ പേരുദോഷം ഉണ്ടാക്കിയനെ. എന്തായാലും ശരണ്യക്ക് സന്തോഷിക്കേണ്ട ദിവസം. അച്ഛൻ മരിച്ചുപോയെങ്കിൽ എന്താ, രണ്ടാനച്ഛൻ ഫ്രെയിമിൽ വന്നില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇതിലൊന്നും ശരണ്യ കുറ്റക്കാരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്കിതങ്ങ് മറന്നേക്കാം. മറന്നാലും മറന്നില്ലെങ്കിലും
എനിക്ക് എന്റെ ശരണ്യെ അറിയാം. അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മ ഇങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. വെറുതെ ഞാൻ കേട്ടു നിൽക്കാം, ഒരു വാക്ക് പോലും മറുപടി പറയാതെ. മോള് സമാധാനമായിട്ടിരിക്കെ. ഒരു കാര്യം മാത്രമേ അച്ഛന് പറയാനുള്ളൂ. നിന്നെ ഇതിന്റെ പേരിൽ ആരും വിഷമിപ്പിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. പക്ഷെ ഇനി മേലിൽ അമ്മയായിട്ട് ഒരടുപ്പം ഉണ്ടാകരുത്. വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചേക്ക്. അതെങ്ങനെ പറ്റും? ഇപ്പൊ 4 മക്കളാ. അമ്മ പ്രസവം നിർത്തിയിട്ടില്ലെങ്കിൽ അടുത്ത കുട്ടിക്ക് രാരീരം പാടേണ്ടതേ ശരണ്യയുടെ ഉത്തരവാദിത്വമല്ലേ? മതി പറഞ്ഞത്. അതെ, നിർത്തിക്കോണം. സാരാക്കണ്ട. ഇതൊക്കെ പ്രതിസന്ധികളാ, തരണം ചെയ്യണം. മനപ്പുറം ഒന്നും സംഭവിക്കില്ലെന്ന് മുത്തശ്ശിക്കറിയാം. സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതായിരിക്കാം. എന്നാലും അമ്മ എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്ത്? എന്റെ ദൈവമായിരുന്നു എനിക്ക് എന്റെ അമ്മ. ഇപ്പൊ പരിഹാസങ്ങളൊക്കെ കേട്ടു നിൽക്കാനല്ലേ പറ്റൂ. ഈ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകും മോളെ. മക്കളെ ഉപേക്ഷിച്ച് തന്നെ ഇഷ്ടത്തിന് നടക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരില്ലേ, ഉപേക്ഷിക്കുന്നവരില്ലേ, അനാഥാലയത്തിലാക്കുന്നവരില്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയില് നന്ദിനി ഒരു അത്ഭുതമാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ലേ അവള് ജീവിച്ചത്. അതെ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ അമ്മ ജീവിച്ചത്. അമ്മയ്ക്കൊരു ജീവിതം ഉണ്ടായില്ലല്ലോ എന്ന് പലപ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പരിഹാസങ്ങള് സഹിക്കുന്നില്ല മുത്തശ്ശി. മോളെ കരഞ്ഞോളൂ, നല്ലതുപോലെ കരഞ്ഞോളൂ. കണ്ണീരൊരിക്കലും പിടിച്ചു വെക്കരുത്. ദേ, ഒരു കാര്യം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരമ്മ മാത്രമല്ല നന്ദിത, ഒരു സ്ത്രീയാണ്. മക്കളുടെ സങ്കടങ്ങൾ തീർക്കാൻ ഓടി നടക്കുമ്പോ അവൾക്കും ഉണ്ടാവില്ലേ സങ്കടങ്ങൾ? അത് തീർന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഓള് കരയാതെ. നന്ദൂട്ടാ, ഇവിടെ വിളിച്ചോണ്ട് പോ. ഇന്ന് നീ ഭർത്താവണ്ട, ഒരു കുഞ്ഞിനെ എന്ന പോലെ ഇവളുടെ സങ്കടങ്ങൾ ചേർത്ത് പിടിക്കണം, ആശ്വസിപ്പിക്കണം. നീയാ ഇപ്പൊ ഇവിടെ ബലം. മോളെ ചെല്ല. നിനക്ക് ധൈര്യം തരാൻ നിന്റെ നന്ദൂട്ടനുണ്ട്. ഞാനില്ലേ ശരണ്യ, നിന്റെ കൂടെയില്ലേ? നീ വാ. അലോകിനെ കുറിച്ച് നിങ്ങൾ മാത്രമല്ല, സ്കൂള് മുഴുവനും പ്രതീക്ഷയിലായിരുന്നു. ഇതെങ്ങനെ എന്റെ മോൻ അപകടം പറ്റിയത്? അത്രയ്ക്ക് സൂക്ഷ്മതയോടെ അവൻ ഓരോന്നും ചെയ്യുന്നത്. എന്നിട്ടും ഞങ്ങൾക്കറിയാം അവൻ ഒരിക്കലും ഒരു കയ്യബദ്ധം പറ്റില്ലെന്ന്. മറ്റു കുട്ടികൾക്ക് മാതൃകയായിരുന്നു അവൻ. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നന്ദിതയും മറ്റൊരാളെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് അറസ്റ്റ് ഒന്നും ചെയ്തില്ല മാഡം. ചിലര് മനഃപൂർവ്വം എന്നെ ദ്രോഹിച്ചതാ, പോലീസുകാരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ശരിയാ,
നന്ദിത പറയുന്നത് ശരിയായിരിക്കും. വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലരും പലപ്പോഴും പ്രതിയാകുന്നത്. പക്ഷേ അത് നിർബന്ധിപ്പിച്ചുള്ള കല്യാണം കഴിപ്പിക്കലും കൂടി ആയില്ലേ? അതെല്ലാവരും അറിഞ്ഞല്ലോ. പിന്നെ ഞാൻ ഇതൊന്നും ചോദിക്കാൻ വേണ്ടി വന്നതല്ല. അലോകിന് എന്താ സംഭവിച്ചതെന്ന് നന്ദിത ചോദിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും അലോക് അറിഞ്ഞിട്ടില്ല. പക്ഷേ എക്സിബിഷൻ ഹാളിലെ എക്സ്പെരിമെന്റ് റൂമിൽ അലോക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു അറ്റൻഡർ വന്ന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിന്ന് പറഞ്ഞു. ശിക്ഷിച്ച് ജയിലിലാക്കുമെന്നും പറഞ്ഞു. അത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞത്. അയാളുടെ മോട്ടീവ് എന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ പരിചയം പോലും ഇല്ല. അതിനുശേഷമാണ് അലോകിന്റെ ശ്രദ്ധ മാറിയത്. കുട്ടിയെ പേടിച്ചു പോയിട്ടുണ്ടാവും, കൈവിറച്ചിട്ടുണ്ടാവും. പാവം, കുട്ടിയുടെ മനസ്സ് പതറിപ്പോയി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. അങ്ങനെയാ ഇത് സംഭവിച്ചത്. ഇത് കേട്ട് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത്. ബോധം പോയി. അടുത്ത് നിന്ന ടീച്ചർക്ക് പെട്ടെന്ന് താങ്ങിപ്പിടിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ തലയടിച്ച് താഴെ വീഴേണ്ടതാ. അങ്ങനെ സംഭവിക്കാതിരുന്നത് ഈശ്വരാധീനം. കുട്ടിക്ക് ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ കൊടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ശരി നന്ദിത, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ മതിയായല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, വരാൻ പോകുന്ന ദിവസങ്ങൾ എന്റെയാണെന്ന്. നന്ദിതയുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. ബുദ്ധിജീവിയായിരുന്നു ആ ചെറുക്കൻ. പാവം, അവനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ സംഭവിച്ചു. അതാണ് ഒന്നും ഞാൻ ചെയ്യണ്ട. അല്ലാതെ തന്നെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിക്ക് സീരിയസ് ആണെന്നാ ഞാൻ കേട്ടത്. അത്രയ്ക്ക് എന്താ അവിടെ സംഭവിച്ചത്? മോളെ, ഇതില് നിനക്ക് പങ്കുണ്ടെങ്കിൽ അത് പാപമാണ്. ഒരു കുട്ടിയല്ലേ, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അമ്മ എന്താ ഈ പറയുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആ ചെറുക്കന്റെ കോൺസെൻട്രേഷൻ ഒന്ന് കളയണമെന്നുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒന്നും പോവരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ സത്യമാണ്. നന്ദിതയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന് ഒന്ന് അറിയിക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധ പതറി പോവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത്രയ്ക്കും വലിയൊരു അപകടം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ഇതിത്തിരി കടന്നുപോയി. താങ്ങാൻ കഴിയുന്ന സങ്കടമായിരിക്കില്ല. ചെറുക്കൻ മരിച്ചൊന്നും പോവില്ല, രക്ഷപ്പെടും. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഒന്ന് പോയി കാണണം. നന്ദിതയെ ശരണ്യെ ആശ്വസിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ? ചെന്ന് കാണുമ്പോ ഞാനും കരഞ്ഞു പോകുന്ന എന്റെ പേടി. ഒരു മിനിറ്റ്. എന്തായി മുത്തശ്ശ, എന്താ സംഭവിച്ചത്? സർ, എന്റെ കൊച്ചിന് എന്താ പറ്റിയെന്ന് പറ. അവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സർ, എന്താ എന്റെ കൊച്ചിന്റെ അവസ്ഥ? ശിവദാസേ, എന്താ കാര്യം? പേടിക്കാൻ വല്ലതും ഉണ്ടോ? ദാസങ്ങളെ, ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ. കാര്യത്തിന്റെ ഗൗരവം പറ. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണോ? ആണ്. എന്നുവെച്ച് കുട്ടിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമെന്നൊന്നുമല്ല. ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു. അവര് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു. മുത്തശ്ശ, ഒന്നുമില്ല മോളെ, പേടിക്കണ്ട. അവൻ
അവനൊരു അപകടം പറ്റി, ഒരു കൈപ്പിഴ. പേടിക്കണ്ടെന്ന് മുത്തച്ഛൻ പറഞ്ഞെങ്കിലും കാര്യം ഇത്തിരി സീരിയസ് ആ മോളെ. എന്നുവെച്ചാ എന്താ മുത്തശ്ശ? എന്നുവെച്ചാ എന്താ സർ? ഒന്ന് പറ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കോ? പറയുന്നത് എല്ലാവരും ക്ഷമയോടെ ഒന്ന് കേൾക്കണം. ആരും ബഹളമൊന്നും വെക്കരുത്. ഡോക്ടേഴ്സ് പറഞ്ഞത് കാൽമുട്ടിന് താഴെ ഗുരുതരമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ടെന്ന്. അതിത്തിരി സീരിയസുവാ. അത്രയ്ക്ക് സീരിയസ് ആണോ? അതെ, പൊള്ളലിന്റെ ആഴം കുറച്ച് കൂടുതലാ. ദാസങ്ങളെ, വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാ നമുക്ക് കൊണ്ടുപോവാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. എവിടെ കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡാണ് കാലി വീണത്. ഡോക്ടർമാര് അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടത് കാലിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ കാൽപാദത്തില. അത് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്റെ കൊച്ചിന്റെ കാൽപാദത്തിന് എന്റെ ഈശ്വര എനിക്ക് വയ്യ. എന്താങ്ങളെ, കാൽപാദത്തിന് എന്ത് പറ്റും? കാര്യം എന്താണെങ്കിലും പറയൂ ശിവദാസേ. അവന്റെ കാല് ചിലപ്പോ അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവാതെ എന്ത് ചെയ്യണമെന്ന് അവരാലോചിക്കുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. റിയാലിറ്റി ഫേസ് ചെയ്യണം. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും നമ്മൾ അതിനും തയ്യാറാണ്. എത്ര വലിയ ചികിത്സയായാലും കൊണ്ടുപോവാങ്ങളെ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. അവനെ ഒന്നും പറ്റാതെ തിരിച്ചു കിട്ടിയാൽ മതി. നമുക്ക് നോക്കാവുന്നേ. ഡോക്ടർമാര് എന്താണ് പറയുന്നത് നോക്കട്ടെ. നന്ദിതയുടെ അവസ്ഥ എങ്ങനെയാവുമെന്ന എന്റെ പേടി. അമ്മ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല, എന്നാൽ അറിയിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാര്യങ്ങളെല്ലാം നന്ദിത അറിഞ്ഞിരിക്കണം. പക്ഷേ എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കൊരു ഊഹമില്ല. പറയാൻ മുത്തശ്ശനെ കഴിയൂ. പറഞ്ഞേ മതിയാവൂ മുത്തശ്ശ. ഞാനോ? ശിവദാസെ, ഞാൻ എങ്ങനെ പറയും?
ഹലോ. നിനക്ക് നല്ല ക്ഷീണമുണ്ട് അല്ലേ പ്രിൻസേ? എന്താ? നല്ല ക്ഷീണമുണ്ടോന്ന്. നീ ആരാ? ഞാൻ ആരാണെന്ന് തൽക്കാലം നീ അറിയണ്ട. പക്ഷെ ഒന്നറിഞ്ഞു, ഞാൻ താണ്ഡവം തുടങ്ങിയിരിക്കുന്നു. അത് അവസാനിക്കണമെങ്കിൽ നീ അവസാനിക്കണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശത്രു സംഹാരം. കാലന്റെ കയറുമായി ഞാൻ വരും. ചാണ്ടിയിൽ തുടങ്ങിയത് നിന്നിൽ അവസാനിക്കും. എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. ഹലോ ഹലോ. കേട്ടോ ബിജു, സത്യത്തിൽ ഇങ്ങനെ ഒരു കോട്ടേജ് ഉള്ളത് എന്റെ മോക്ക് പോലും അറിയില്ല. ഇത് ഞാൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് വല്ലപ്പോഴും നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാർ വരുമ്പോ ഒന്നൊത്തുകൂടെ ആഘോഷിക്കാൻ. ഇങ്ങനൊരു ബിൽഡിംഗ് എന്റേതായിട്ടുണ്ടെന്ന് ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ല. ചിയേഴ്സ്. അത് കളരവി സാറേ, ഞങ്ങള് മാത്രമല്ലല്ലോ ഇവിടെ വരുന്നത്. പുറത്തറിയാൻ എന്താ പാട്? എനിക്ക് വിശ്വാസമുള്ളവര്, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അവൻ സ്വയം കൊഴുകുത്തുകയായിരിക്കും. നിങ്ങൾ ഉൾപ്പെടെ. എന്റെ ബിസിനസ്സും കച്ചവടവും ഒക്കെ വെച്ച് നോക്കിയ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക് ചുറ്റും. അതുപോലെ നിങ്ങളെപ്പോലെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഈ വാസുദേവ് എങ്ങനെയാ? ഇപ്പൊ ഇത്തിരി അകൽച്ചയിലാണെന്ന് തോന്നുന്നു. തോന്നുന്നതല്ല, അകൽച്ചയിൽ തന്നെ. പക്ഷേ അത് വാസുദേവന്റെ നാശത്തിന്. എടോ, എന്നെക്കാൾ കണ്ണിങ്ങാണ് എന്റെ മകള്. അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വാസുദേവന്റെ മോനുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന്. അത് നടക്കാത്തത് അവളുടെ ഒരു വാശി. പക്ഷെ ഇപ്പൊ അതല്ല. എന്റെ കച്ചവടങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ മോക്ക. അവൾ അതിൽ പിടിച്ചങ്ങ് കയറും. അത് വാസുദേവന്റെ തലയ്ക്ക് മുകളിലേക്കായിരിക്കും. ഈ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളെ വിശ്വസിച്ച പുറത്തു പോയാൽ അത് നിങ്ങളുടെ വായിന്ന് മാത്രമായിരിക്കും. എന്താ രവി സാറേ ഈ പറയുന്നത്? സ്വന്തം ചങ്ക് പോലെ വിശ്വസിക്കുക തന്നെ. സാറ് പറഞ്ഞത് എന്തെങ്കിലും പുറത്ത് പറഞ്ഞ അത് ബാധിക്കുന്നത് എന്നെ കൂടിയല്ലേ? നമ്മൾ തമ്മിലുള്ള കൂടലില്ലേ എല്ലാം പെടില്ലേ സാർ? കൂടെ നിൽക്കുന്നവൻ എന്തും കൊടുക്കും രവിചന്ദ്രൻ. ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവർക്കൊന്നും എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ആരാ സാറേ ഈ അസമയത്ത്? ആ പയ്യനായിരിക്കും. ഫുഡും കൊണ്ടുവന്നതാ. കമേൻ. എന്താടാ, ഫുഡ് കിട്ടി സാർ? പിന്നെന്താ, ഞാൻ അങ്ങ് ഡൈനിങ് റൂമിലേക്ക് വരാം. അതല്ല സാർ, രണ്ടുപേരും കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ? അതാരാ ചോദിച്ചില്ലേ നീ? സാറിനെ അറിയാവുന്നവരാണെന്ന് പറഞ്ഞേ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. കേറി വരാവുന്ന സംശയമുള്ളതുകൊണ്ട് പുറത്ത് നിൽക്കുക. ശരി, ഞാൻ വന്നോളാം. താൻ കണ്ടിന്യൂ ചെയ്തോ, ഞാനിപ്പോ വരാം.
സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലല്ലോ. വൃത്തിയായിട്ട് മനസ്സിലാക്കി തരാം. ആരാ നിങ്ങള്? എന്നെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഒരു കാര്യമില്ലാതെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ ഞാൻ ചോദിച്ചത്. എന്ത് കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നെ കൊല്ലാനോ? അതോ അതിനാരെങ്കിലും നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടോ? നിന്നെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ രവിചന്ദ്ര? പിന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കാശിന് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? കാശോ? കാശ് വേണമെങ്കിൽ കോടികൾ അങ്ങോട്ട് തരും. അതിന് കപ്പാസിറ്റി ഉള്ള ആളാ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ കൊണ്ട് വരുത്തിച്ചതോ അയാളാണ്.